റിപ്പോർട്ടർ TV ഈ വാർത്ത ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ റിമൂവ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ, ആ ഫോട്ടോയൊക്കെ റിമൂവ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ വാർത്ത ഫേസ്ബുക്ക് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു. സൈകുമാർ ചേരുന്നു. സൈകുമാർ, ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകളൊക്കെ തുറന്നു കാണിക്കുമ്പോൾ ആ വാർത്തകൾ കൂടി അങ്ങ് മുക്കിക്കളയാം, ചില സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്നതാണെന്ന് തോന്നുന്നു വിചാരിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായും വിനീത, കൃത്യമായി തങ്ങൾക്കെതിരായ വാർത്തകൾ പൊതുജനങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള ഭരണകൂടത്തിന്റെ ഒരു നടപടിയായി തന്നെ വേണം ഇതിനെ കാണാൻ. സാധാരണയായി 2 വിധത്തിലാണ് ഇത്തരത്തിൽ മെറ്റ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാറ്. ഒന്ന്, മെറ്റയ്ക്ക് തന്നെ ഇത് നീക്കം ചെയ്യാം. അത് ഏതെങ്കിലും തരത്തിൽ തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ സഭ്യമല്ലാത്ത കാര്യങ്ങൾ, കലാപത്തിന് ആഹ്വാനം നൽകുന്ന ഏതെങ്കിലും വിധത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ മെറ്റയ്ക്ക് സ്വമേധയാ നീക്കം ചെയ്യാം. മറ്റൊന്ന്, IT നിയമത്തിന്റെ ഭാഗമായി ആളുകൾ നൽകുന്ന പരാതിയുടെ ഭാഗമായുള്ള നീക്കം ചെയ്യലാണ്. ഇവിടെ നമ്മൾ നൽകിയിട്ടുള്ള 2 വാർത്തകൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല, റെസ്ട്രിക്ട് ചെയ്തപ്പോൾ അത് ഇന്ത്യയിൽ മാത്രമാണ്. ഇന്ത്യയിലുള്ള ഫേസ്ബുക്ക് ഉപഭോക്താക്കൾക്ക് ആ വാർത്തകൾ കാണാൻ കഴിയാത്ത രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് മെറ്റയുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവർ പറയുന്നത് കൃത്യമായ ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്, ഔദ്യോഗികമായി പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്തകൾ നീക്കം ചെയ്തത് എന്ന്. ഇവിടെ നമ്മൾ നൽകിയിട്ടുള്ള 2 വാർത്തകൾ അത് വലിയ വിവാദമായ വാർത്തയാണ്. കാസർഗോഡ് MDMA കേസിൽ, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി MDMA കേസിൽ പിടിയിലായവർ മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും, അത് അവർ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോകളാണ്. അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു വാർത്തയാണ് ആദ്യം ഇത്തരത്തിൽ റെസ്ട്രിക്ട് ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ മകൾ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്ന ഭാഗം, അതുമായി ബന്ധപ്പെട്ട വാർത്തയും നീക്കം ചെയ്യുകയാണ്. ഇതാണ് ഇപ്പോൾ വലിയ വിവാദമായിട്ടുള്ളത്. അല്പം മുമ്പ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം രൂക്ഷമായി ഇതിനെ വിമർശിക്കുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ എങ്ങനെയാണോ അവർക്കെതിരായ വാർത്തകളെ കൈകാര്യം ചെയ്യുന്നത്, അതേ രീതി, സമാന രീതി ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും സർക്കാരും പിന്തുടരുന്നു എന്ന ഒരു വിമർശനമാണ് വരുന്നത്. ഇത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന തരത്തിലുള്ള വിമർശനവും വ്യാപകമായി ഉയരുന്നുണ്ട്. ഇത് IT നിയമം മറയാക്കിക്കൊണ്ട്, IT നിയമത്തിൽ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്നതോ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതോ ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യിക്കാൻ, മെറ്റയെ കൊണ്ട് നീക്കം ചെയ്യിക്കാനുള്ള വഴിയുണ്ട്. അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് മറയാക്കിക്കൊണ്ടാണ് ഇത്തരം വാർത്തകൾ, തങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ ഇപ്പോൾ സർക്കാർ വ്യാപകമായി ഇങ്ങനെ റിമൂവ് ചെയ്യുകയോ റെസ്ട്രിക്ട് ചെയ്യുകയോ ചെയ്യുന്ന അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2 വാർത്തകൾ, ഒരു ദിവസം തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള 2 വാർത്തകൾ കൃത്യമായി ഈ വിധത്തിൽ റെസ്ട്രിക്ട് ചെയ്തത്. വിനീത, ശരി, കൊള്ളാം. ഏതായാലും ഇന്ത്യയിലെ ഉപയോക്താക്കൾക്കാണ് കാണാൻ കഴിയാത്തത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ എതിരായി വരുന്ന വാർത്തകളെല്ലാം ഇങ്ങനെ മെറ്റ ഉപയോഗിച്ച് റെസ്ട്രിക്ട് ചെയ്ത് കളയാം എന്നാണ് ധരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റം എന്നല്ലാതെ എന്ത് പറയാം.